ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. എല്ലാവരും ഇപ്പോൾ ഉറക്കമായി കാണും. സമയം 11 മണി കഴിഞ്ഞ്. അപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു അവസരം വന്നത്. കാരണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തിരക്കുകൾ ആയിരുന്നു. ഇന്നെങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലെ പണി, അടുക്കള പണി, പറമ്പിലെ പണി, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് എങ്ങും പോയില്ല. പിന്നെ പറമ്പെല്ലാം ഭയങ്കരമായിട്ടങ്ങ് കാട് കയറി. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇപ്പോൾ അത് തന്നെ. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്നുകൊണ്ട് കുറേ പുല്ലെല്ലാം പൊഴുത് വൃത്തിയാക്കി. പിന്നെ എന്നത്തെയും പോലെ സാധാരണ കുക്കിങ്, വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ച് ഇന്ന് ദിവസം ഇങ്ങനെ കടന്നു പോയി. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് ഇന്ന് കണ്ടപ്പോൾ സന്തോഷം തോന്നി. നമ്മുടെ യൂട്യൂബൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഇന്ന് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആണെന്ന്. സത്യത്തിൽ നമ്മളൊക്കെ എല്ലാവരും ഇങ്ങനെ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ നമുക്കൊരു നല്ല സുഹൃത്ത് ബന്ധം ഒക്കെ ഉള്ളതുകൊണ്ടാണ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്നതിന്, എന്തെങ്കിലും ഒരു കുഞ്ഞു സഹായം വേണമെങ്കിൽ അത് എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു സുഹൃത്തിനോടാണ്. എല്ലാവരെയും നമുക്ക് സുഹൃത്തുക്കളായിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മളൊരു 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്ങനായിരിക്കും നമ്മുടെ ഒരു സുഹൃത്തെന്ന് പറയാൻ പറ്റുന്നത്. ബാക്കി എല്ലാവരും നമ്മൾ കാണുമ്പം ചിരിക്കും, മിണ്ടും എന്നല്ലാതെ നമുക്ക് അതിനപ്പുറം ഒന്നുമില്ല. പല ആറ്റിറ്റ്യൂഡിലുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സാണ് ഉള്ളത്. ഉള്ളവരുടെ അടുത്ത് എനിക്ക് അത്രയ്ക്ക് ഇൻറ്റിമസിയാണ്. എൻ്റെ അടുത്തും അതുപോലെ ഇൻറ്റിമസിയാണ്. അത് കാണുമ്പോൾ മനസ്സിലാകും. അത്ര സ്നേഹമാണ്, വളരെ ആഴത്തിലുള്ള സ്നേഹബന്ധമാണ്. എല്ലാവരെയും ഒന്നും ഞാൻ പെട്ടെന്ന് എനിക്ക് ഫ്രണ്ട്ലി ആകാനും പറ്റത്തില്ല. അതെൻ്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഇന്ന് ഞാൻ പറയുകയാണ് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ എല്ലാ കൂട്ടുകാർക്കും, കുറേ പേരുണ്ട്, കുറച്ച് പേരേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞെങ്കിലും പലപ്പോഴായിട്ട് നല്ല സുഹൃത്തുക്കൾ പലരും ഉണ്ട്. നല്ല കൂട്ടുകാരാണ്. നമ്മളുടെ അടുത്ത് അത്രയും ഇൻറ്റിമസി ഉള്ള കൂട്ടുകാരാണ്. എനിക്ക് ഇപ്പോൾ കിട്ടിയ കൂട്ടുകാരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നേരത്തെ ഉള്ള കൂട്ടുകാർ, എൻ്റെ കൂടെ പഠിച്ച സമയത്തുള്ള കൂട്ടുകാർ, വീട്ടിനടുത്തുള്ള കൂട്ടുകാർ, ഈ ഓരോ കൂട്ടുകാരുടെ അടുത്ത് ഓരോ രീതിയിലുള്ള സ്നേഹബന്ധവും ഹൃദയബന്ധവുമാണ്. ഓരോ രീതിയിലുള്ള കൂട്ടുകളാണ്. അങ്ങനെ പണ്ട് കൂടെ പഠിച്ച കൂട്ടുകാരെയാണ് ഏറ്റവും അധികം ഇൻറ്റിമസി. കാരണം അവർ അങ്ങനെയാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഉള്ള കൂട്ടുകാർ, വീടിനപ്പുറത്തുള്ള അങ്ങനെ സൗഹൃദങ്ങൾ പലതരത്തിലുണ്ട്. ഈ സൗഹൃദങ്ങളാണ് നമ്മളെ ജീവിക്കാൻ ഇങ്ങോട്ട് ഉള്ള ഒരു പ്രേരണയാകുന്നത്. എല്ലാവർക്കും സുഹൃത്തുക്കൾ കാണും. നല്ല ചങ്ക് തുറന്ന് എന്ത് നമുക്ക് സഹായം ചെയ്യാൻ അങ്ങനെ എല്ലാം റെഡിയായിട്ടുള്ള നല്ല ചങ്ക് കൂട്ടുകാരുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്ന ഈ ചങ്ക് കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ ചങ്ക് കൂട്ടുകാർ ആരെങ്കിലും, വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ചങ്ക് കൂട്ടുകാരും നമ്മളെ വീഡിയോസൊന്നും കാണത്തില്ല. അവർ നമ്മളെ കളിയാക്കുകയും നമ്മൾ വീഡിയോ ഇടുന്നതിനെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ടീമുകളായിരിക്കും. ഇങ്ങനെ കൂട്ടുകളാണെങ്കിലും നമ്മുടെ അടുത്ത് സ്നേഹമൊക്കെ ആണെങ്കിലും നമ്മളെ വീഡിയോസിനെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. അവരേക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇനിയും എൻ്റെ കൂട്ടായിട്ട് അങ്ങനെ പോകട്ടെ. വീഡിയോ കണ്ടാലും ഇല്ലെങ്കിലും അങ്ങനെ ഇന്ന് നല്ല ഒരു ദിവസമായിട്ട് അങ്ങനെ അങ്ങ് പോയി. ഞാൻ എൻ്റെ പല കൂട്ടുകാർക്ക് ഇന്ന് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലരെല്ലാം തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നും അയക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഫേസ്ബുക്കിലായിട്ട് അതുപോലെ തന്നെ അല്ലാതെ എല്ലാം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സത്യത്തിൽ നമ്മൾ എല്ലാവരെയും ഒന്നും വിളിക്കുന്നതൊന്നുമില്ലെങ്കിലും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഇന്നും ഒരു ദിവസം കടന്നുപോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് പല വിഷമങ്ങളും ഉണ്ടായില്ല. നല്ല നടനാണ്, എനിക്കില്ല കലാഭവൻ മണി മരിച്ചു കഴിഞ്ഞ് അപ്പോൾ ഉണ്ടായ സെയിം വിഷമമാണ് ഇന്നലെ നവാസ് നടൻ മരിച്ചപ്പോൾ തോന്നിയത്. ഭയങ്കര വിഷമമായിപ്പോയി.
എന്തോ ഒരു നല്ല സിനിമയും എനിക്ക് ആ ബസ്സിൽ കിളിയ കണ്ടക്ടർ എങ്ങാണ്ടായിട്ട് പോകുമ്പോൾ നിന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്തോ എൻ്റെ സ്ഥലപ്പേരുകളെല്ലാം കൂടെ ചേർത്ത് നാക്ക് തിരിയാതെ പറയുന്നത് ഭയങ്കര കോമഡിയായിട്ട് ഇപ്പം കണ്ടാലും പൊട്ടി ചിരിച്ചു പോകും. അത്രയ്ക്ക് നല്ല ഓൺ ദ സ്പോട്ടിൽ നർമ്മം ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അതുല്യ കലാകാരൻ എങ്ങനെ നമുക്ക് നഷ്ടമായി. എത്ര പേരാണങ്ങ് മൺമറഞ്ഞത്. എല്ലാവരും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല ദുഃഖമുണ്ട്. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ മരിക്കാം. ഇനി രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ എഴുന്നേറ്റെന്ന് നമുക്ക് പറയാൻ പറ്റൂ. എല്ലാവരും ഈ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ഉള്ള സമയം എല്ലാവർക്കും നല്ല മിണ്ടി പറഞ്ഞ് സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. ഇനി കുറച്ച് നാളും കൂടിയേ ഉള്ളൂ. എല്ലാവരുടെയും ആയുസ് ഇങ്ങനെ ഓരോ കൊല്ലം കടന്നു പോവുകയാണെന്നറിയാമോ? കാരണം കഴിഞ്ഞ വർഷത്തെ ഓണം ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അടുത്ത ഓണം വീണ്ടും എത്തി. ഇനി ആകെ ഒരു മാസമേ ഉള്ളൂ. ഇന്ന് 3 അടുത്ത മാസം 4 ഓണമാണ്. അപ്പോൾ എന്തെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് സംഭവങ്ങൾ, എന്തെല്ലാം ദുഃഖങ്ങൾ, എന്തെല്ലാം നമ്മൾ കണ്ടു നേരിട്ടു. കോവിഡ് എന്ന് വേണ്ട എന്തെല്ലാം പ്രതിസന്ധികൾ, മഴ, വെള്ളപ്പൊക്കം എല്ലാം നമ്മൾ മറികടന്ന് ഇപ്പോഴും നമ്മളിവിടെ ഉണ്ട്. അത് തന്നെ ഒരാശ്വാസം. എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കണം. എല്ലാവരും ഓരോ സുഹൃത്തുക്കൾക്കും നല്ല ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പൊക്കെ പറയണം. ഞാൻ ഇന്ന് പത്രത്തിലൊന്നും കണ്ടില്ല, ഇതിനകത്ത് കിടക്കുന്നതാണ് കണ്ടത്. എനിക്ക് കുറച്ച് പിന്നെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് എന്ന് കിടക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാനും അത് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞത്. പത്രത്തിൽ എങ്ങും ഞാനിത് കണ്ടില്ല, പക്ഷേ കാണാതെ ആരും പറയത്തില്ല. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി നാളെ അടുത്ത ഒരു ദിവസം, നാളത്തെ നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കൂട്ടുകാരെ ഞാൻ പലരെയും വിളിക്കാത്തവരുണ്ട്. വിളിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കാതിരിക്കുന്ന ടീമുകളാണ്. സത്യം പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് എപ്പോഴും ഈ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ഇടുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ചാനലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബീസ് എന്ന് പറയുന്നത്. എനിക്ക് ഈ ആരുമായിട്ടും കൂടുതൽ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നതിന് പോലും എനിക്ക് അതിന് പോലും ഒരു മനസ്സില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് അങ്ങ് എൻഗേജ്ഡ് ആയിരിക്കുക. ഒത്തിരി ഫേസ്ബുക്കിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവരുടെ അടുത്തൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം സമയം അതിന് തികയത്തില്ല. എല്ലാവർക്കും എപ്പോഴും ഇരുന്ന് മെസ്സേജ് ഇടാനൊന്നും പറ്റില്ല. ചിലപ്പം ചിലവർക്കൊക്കെ മെസ്സേജ് ഇടും. അങ്ങനെ ഞാൻ എൻ്റെ ഫേസ്ബുക്കും എൻ്റെ യൂട്യൂബും ഇതൊക്കെയായിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് രേണു സൂതിയുടെയും പിന്നെ വേറെ ഫേമസ് ആയിട്ടുള്ള ചില ആളുകളുടെയൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കാണും. അവർക്ക് വരുന്ന നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഞാൻ വായിക്കും. ചിലതൊക്കെ വായിച്ച് എനിക്ക് നല്ല കോമഡിയായിട്ട് തോന്നും. അങ്ങനെ ഓരോന്ന് കണ്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഒരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറയാനാണുള്ള വീഡിയോ ആണിത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ഏതെങ്കിലും പിണക്കമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എളുപ്പം ഇണങ്ങുക. കാരണം ഇന്ന് ഈ നിമിഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റൂ. നാളത്തെ പ്രഭാതത്തിൽ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആകട്ടെ എന്ന് പറയുന്നു കൂട്ടുകാരെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ.